ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ എന്താണെന്ന് വരെ പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, എന്താ നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചത്? നമ്മൾ ഓംസ് ലോയിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ടെമ്പറേച്ചറിൽ വ്യത്യാസം വരാത്തിടത്തോളം, ഇഫ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലേ? അതായത് വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കുറയുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഈ സിമ്പലായ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് പറയാം വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അല്ലെ, നമ്മൾ എന്താ പറഞ്ഞത്? വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടിയ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളമാണ് കറണ്ട് കൂടുന്നത് അല്ലെങ്കിൽ എത്രത്തോളമാണ് കറണ്ട് കുറയുന്നത് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുമെന്നും ആ പ്രോപ്പർട്ടിയെ നമ്മൾ റെസിസ്റ്റൻസ് എന്നും പറഞ്ഞു, അല്ലേ? എന്താ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഫ്ലോയ്ക്ക് നേരിടേണ്ടി വരുന്ന തടസ്സത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓരോ മെറ്റീരിയലിനും അത് ഓരോന്നായിരിക്കും. സോ എത്രത്തോളം കൂടുന്നു കുറയുന്നു എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? അത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ആണ്. ചില മെറ്റീരിയലിൽ വോൾട്ടേജ് കൂട്ടുമ്പോൾ കറണ്ട് നല്ലോണം കൂടും, പക്ഷേ മറ്റു ചിലതിൽ അങ്ങനെ കൂടണമെന്നില്ല. സോ നമ്മൾ പറഞ്ഞു, ഇഫ് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ദെൻ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കാരണം ഇത് പ്രൊപ്പോർഷണാലിറ്റി തീരുമാനിക്കുന്ന കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണത്? റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് 3 ഫോർമുല എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 3 ഫോർമുല? ഒന്ന്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഐ ഇൻറ്റു ആർ ആണ്, അല്ലേ? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്ത്? ഇതിൽ നിന്ന് നമ്മൾ എന്തെടുക്കാൻ പോവുകയാണ്? ഐ കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ അതെന്താണ്? അത് വി ബൈ ആർ ആണ്, അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ എന്താണത്? വി ബൈ ആർ ആണ്. ഇനി അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ആർ എഴുതുകയാണെങ്കിൽ ആർ എന്തായിരിക്കും? അത് വി ബൈ ഐ ആയിരിക്കും. ഈ ഫോർമുല ഓർത്ത് വയ്ക്കാനാണ് ഞാൻ ഈ ട്രയാങ്കിൾ വരച്ച് വയ്ക്കാൻ പറഞ്ഞത്. ഇനി വോൾട്ടേജും കറണ്ടിൻ്റെയും പ്രൊപ്പോർഷണലിറ്റി തീരുമാനിക്കുന്ന കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ആണെന്നുള്ള കാര്യം വരെ ഉള്ളത് നമ്മളിവിടെ പഠിച്ചു, ഓംസ് ലോയിൽ പഠിച്ചു. അപ്പോൾ എന്താ ഓംസ് ലോയിൽ പറഞ്ഞ ഡെഫിനിഷൻ? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ വെൻ ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് അളക്കാൻ പറ്റും. വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിമ്പലാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്ത് വിളിക്കാം? ഓം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഓം എന്ന് വിളിക്കാം. ഓമിന് വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റും ഉണ്ട്. ഓമിൻ്റെ വലിയ യൂണിറ്റിലൊന്നാണ് കിലോ ഓം എന്ന് പറയുന്നത്. അതിലും വലിയ യൂണിറ്റാണ് മെഗാ ഓം എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞാൽ നമ്മൾ നിർത്തിയത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആ പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഡ്യൂ ടു ദ കൊളീഷൻ ബിറ്റ്വീൻ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ആറ്റംസ് ഇൻ എ കണ്ടക്ടർ, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യമാണ്. ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ കണ്ടക്ടറിനകത്തൂടെ ഈ പറയുന്ന ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ചാർജ് എന്ന് വേണമെങ്കിലും പറഞ്ഞു. ഇത് മാത്രമല്ലല്ലോ ഉള്ളത്, അതിനകത്ത് മറ്റ് പല ആറ്റങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പോകുന്ന ഇലക്ട്രോൺ ഈ ആറ്റവുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. ചില മെറ്റീരിയലുകളിൽ ഈ പറയുന്ന നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ എണ്ണം കൂടുതലാവുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ചില മെറ്റീരിയലുകളിൽ ഈ പറയുന്ന ആറ്റത്തിൻ്റെ എണ്ണം കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസും എന്തായിരിക്കും? കുറവ് ആയിരിക്കും. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, അല്ലേ? വോൾട്ടേജ് എന്ന് പറയുന്നത് കണ്ടോ, കറണ്ടിനെ തള്ളിവിടുന്ന ആളാണ്, അല്ലേ? വോൾട്ടേജ് കൂടുമ്പോൾ കൂടുതൽ ആളെ പുഷ് ചെയ്ത് വർക്ക് ചെയ്യും, അല്ലേ? പക്ഷെ അതിനെ തടയുന്ന ആളാണ് ആര്? ഈ പറയുന്ന ഓം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകാനുള്ള വഴി കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈ പോകാനുള്ള വഴി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇതുവഴി കുറച്ച് എക്ക്, അതായത് കറണ്ടിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് അവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് വെൻ ദ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞു, റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമുക്ക് ആ പോകാൻ പറ്റുന്ന ആ പാത്താണ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? കറണ്ടിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയുമെന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇത് വെച്ചാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. ഇത് നിങ്ങളൊന്നും അറിയേണ്ടത്, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്നും നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി.
വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട് ആണല്ലോ. അതിൻ്റെ അർത്ഥം വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടണം, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയണം. സോ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്താൽ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് പ്ലോട്ട് ചെയ്താൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇതൊരു മെറ്റീരിയലിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്നായിരിക്കും ഈ ഒരു ഡയറക്ഷനിൽ ആയിരിക്കും. അതായത് അത് ഇങ്ങനെയുള്ള ചരിഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും എന്താ ഇങ്ങനെയുള്ള ലൈനൊന്നും ആകത്തില്ല. അതെന്തായിരിക്കും? ഇത്തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് ഇങ്ങനെ വേണമെങ്കിലും ആകാം, ഇങ്ങനെ വേണമെങ്കിലും ആകാം, ഇങ്ങനെ വേണമെങ്കിലും ആകാം, ഡിപ്പെൻഡിങ് ഓൺ ദ റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് വരുന്ന മാറ്റം അനുസരിച്ച് അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ചരിവ് മാറാം, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാറാം, പക്ഷേ അതെപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈന് ആയിരിക്കും. ഓക്കെ ആണോ? ഇനിയാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് വരുന്നത്. അപ്പം നമുക്കറിയാം കറണ്ട് ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സമാണ് റെസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, റെസിസ്റ്റൻസ് നല്ലൊരു കാര്യമാണോ മോശം കാര്യമാണോ? അപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കും റെസിസ്റ്റൻസ് ഒരു മോശം കാര്യമാണ് അല്ലേ, കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് കറണ്ട്. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ തടയുന്ന ഒരാളാണ് ആര്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ അങ്ങനെ അല്ല. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? നോക്കി, നമ്മുടെ സർക്യൂട്ടിലേക്ക് ചില സമയങ്ങളിൽ നമുക്ക് കറണ്ടിൻ്റെ അളവ് മനഃപൂർവ്വം കുറയ്ക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു പടം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കാണുന്നതാണ് എന്ത്? ബാറ്ററി എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. ഈ ബാറ്ററിയിൽ നിന്നും ഇവിടെ 2 സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞ റെസിസ്റ്റർ. ഇതാണ് റെസിസ്റ്റർ. അപ്പോൾ എന്താണ് റെസിസ്റ്റർ? റെസിസ്റ്റർ ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്. ഈ ഇടതുവശത്ത് കാണുന്നത് പലതരം റെസിസ്റ്ററുകളാണ്. ഓക്കെ, ഇനി ഇവരുടെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. റെസിസ്റ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പലാണ്. ഇനി എന്തിനാണ് ഇവർ സർക്യൂട്ടിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് കറണ്ടിൻ്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബാറ്ററി സപ്പോസ് ഒരു 9 വോൾട്ട് ബാറ്ററിയാണെന്ന് വിചാരിക്കുക. ഒരു 9 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മില്ലി ആംപിയർ കറണ്ട് ഉൽപ്പാദിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കാം. എന്നാൽ ഇവിടെ ഉള്ളത് ഒരു LED ബൾബാണ്. ഒരു LED ബൾബിന് ഏതാണ്ട് ഒരു 30 ടു 40 മില്ലി ആംപിയർ കറണ്ട് മതി അത് കത്താൻ. പക്ഷേ ഈ പറയുന്ന ബാറ്ററിയിൽ നിന്ന് 100 മില്ലി ആംപിയർ വരും. ഈ 100 മില്ലി ആംപിയർ നേരെ പിടിച്ച് ബാറ്ററി ഈ പറയുന്ന LED കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ അറിയാം LED അടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് മനഃപൂർവ്വം കറണ്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ആരുടെ ഉപയോഗം തേടുന്നത്? അവിടെയാണ് നമ്മൾ റെസിസ്റ്ററുകളുടെ ഉപയോഗം തേടുന്നത്. റെസിസ്റ്റർ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അറിയാമല്ലോ, ഇവൻ എന്ത് ചെയ്യും? കറണ്ടിൻ്റെ അളവിനെ കുറയ്ക്കും. ഇനി ഒരു റെസിസ്റ്റർ എത്രത്തോളം റെസിസ്റ്റൻസ് ആണ് കൊണ്ടുവരുന്നതെന്നുള്ളത് അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പല കളറിലുള്ള റിങ്ങുകളൊക്കെ ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. തൽക്കാലം നിങ്ങൾക്ക് ഇപ്പോൾ അതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാര്യം മാത്രം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് റെസിസ്റ്റർ? റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലേക്ക് നമുക്ക് ഒരു നിശ്ചിത അളവിൽ റെസിസ്റ്റൻസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ഉപകരണമാണ് എന്ത്? റെസിസ്റ്റർ. അതിൻ്റെ സിമ്പലാണ് ഇത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ കാണുന്ന സർക്യൂട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രമായിട്ട് വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. അതിലാദ്യം ഞാൻ ബാറ്ററിയാണ് വരയ്ക്കുന്നത്. ഇതാണ് ബാറ്ററി. ഓക്കെ, ഈ ബാറ്ററിയിൽ നിന്ന് നേരെ പോയിട്ട് ഇവിടെ റെസിസ്റ്റർ കൊടുത്തേക്കാണ്. അപ്പം ഞാൻ എന്ത് കാണിക്കണം? ഈ റെസിസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് ഇവിടെ ഉള്ളത് ഈ ഒരു സിമ്പൽ ഉപയോഗിച്ച് കാണിക്കണം. ഇത്രയും വൃത്തികേടായിട്ടല്ല, കുറച്ചുകൂടി ഡീസൻ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഈ ഒരു സിമ്പൽ ഉപയോഗിച്ച് കാണിക്കും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആരെ കാണിക്കും? ഇവിടെ ഉള്ള ആ ഒരു LED ബൾബിനെ കാണിക്കും. എന്നിട്ട് ഞാനിവിടെ ആരെ കാണിക്കും? ഇവിടെ ഉള്ള ഈ പറയുന്ന ഒരു സ്വിച്ചിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, വൃത്തികേടായിപ്പോയി, എന്നാൽ ഇതാണ് സർക്യൂട്ട് ഡയഗ്രം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പലാണ് ഈ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് റെസിസ്റ്ററാണ്. അല്ലെങ്കിൽ ഈ ഒരു സിമ്പലും നമ്മൾ ഉപയോഗിക്കും, പക്ഷേ കോമൺലി ഉപയോഗിക്കുന്ന സിമ്പൽ ഇതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി റെസിസ്റ്റർ അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറാണ്, പക്ഷേ അത് എന്ത് ചെയ്യും? അതിനൊരു സർട്ടൺ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ടു ആഡ് എ സർട്ടൺ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ? അതിൻ്റെ സിമ്പൽ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കണം, ഈ ഇടതുവശത്ത് കാണുന്ന ഒരു ഡിവൈസ് കണ്ടു. ഇതിൻ്റെ പേര് മൾട്ടിമീറ്റർ എന്നാണ്. നമ്മൾ ഈ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, കറണ്ട് ഉണ്ട് എന്നതെല്ലാം ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന
ഒരു ഡിവൈസാണ് എന്ത് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുക മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗം എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ഡയറക്ട്ലി. ഡയറക്റ്റായിട്ട് ഒരു മെറ്റീരിയലിലെ റെസിസ്റ്റൻസ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ആരുപയോഗിച്ചിട്ട്? മൾട്ടിമീറ്ററിനെ ഉപയോഗിച്ചു. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ പറയുന്നതിന് മുമ്പ് ഞാനിത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിലൊന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും ഒരേ അളവിലല്ല റെസിസ്റ്റൻസ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് നിക്രോം എന്ന് പറയുന്ന ഒരു അലോയി, അല്ലെങ്കിൽ ടങ്സ്റ്റൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഇവർക്കൊക്കെ നാച്ചുറലി റെസിസ്റ്റൻസ് വളരെയധികം എന്താണ്? കൂടുതലാണ്. പക്ഷേ നമ്മൾ സിൽവർ എന്ന് പറയുന്ന എലമെൻറ്റ്, അല്ലെങ്കിൽ മെറ്റൽ, അയൺ എന്ന് പറയുന്ന മെറ്റൽ, കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ, ഇവരുടെയൊക്കെ നാച്ചുറലി ഇവർക്ക് റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിവരെ എന്തെന്ന് വിളിക്കുന്നത്? നമ്മളിവരെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരാണെങ്കിൽ എന്തായിരിക്കും? ഇവർ ബേസിക്കലി ഒരു ബാഡ് കണ്ടക്ടറാണ്. കാരണം ഇവർ കണ്ടക്ട് ചെയ്യുമെങ്കിലും അവർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് വേറെ ഉപയോഗമുണ്ട്, അത് പിന്നീട് പറയാം. ഓക്കെ, ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ടങ്സ്റ്റനാണ്, ഹീറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുന്ന നിക്രോമാണ്. പക്ഷേ അവർക്ക് എന്ത് കൂടുതലാണ്? റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഒന്ന് ആ മെറ്റീരിയലിൻ്റെ നേച്ചറാണ്. ചില വസ്തുക്കൾക്ക് നാച്ചുറലി റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഫാക്ടറാണ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ലെങ്ത്. അതായത് കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങളൊരു റോഡിൽ കൂടി പോവുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു റോഡിൽ കൂടെ പോവുകയാണ്. ആ റോഡ് കുറച്ച് ദൂരം ഫുള്ള് കുണ്ടും കുഴിയും ഗട്ടറും ഒക്കെയാണ്. ബാക്കി ദൂരം കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും ഈ കുണ്ടും കുഴിയും എന്ന് പറയുന്നത് നിങ്ങളുടെ യാത്രയ്ക്കുണ്ടാകുന്ന തടസ്സമാണ്. അപ്പോൾ അതിൽ വീഴാതിരിക്കാൻ നിങ്ങൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളച്ചിട്ട് പോകും. എന്നിട്ട് സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ നിങ്ങൾ നേരെ കയറി പോകും. ഇനി ഇതേ റോഡിൽ അടുത്ത ദിവസം വന്നപ്പോഴത്തേക്കും ഈ കുണ്ടും കുഴിയും ഉള്ള അളവ് എന്ത് ചെയ്തു? കൂടിയെന്ന് വിചാരിക്കുക. കൂടുതൽ ദൂരെ കുണ്ടും കുഴിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ യാത്ര വീണ്ടും എന്താവും? സ്ലോ ആവും, അല്ലേ? നിങ്ങൾക്ക് വീണ്ടും സ്ലോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാനായിട്ട് പറ്റുള്ളൂ. ആണോ? അല്ലേ? അപ്പോൾ നോക്കുക, ഈ പറയുന്ന കുണ്ടും കുഴിയും ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഗട്ടർ എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ എന്താണെന്ന് വിചാരിക്കുക? റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കുക, റെസിസ്റ്റൻസിൻ്റെ അളവ് കൂടുന്തോറും നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചാർജൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റുള്ളൂ. കുറച്ച് ചാർജൊക്കെ പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എന്താണ്? കുറവാണ്. ഈ ഒരു ലോജിക്കിൽ ആലോചിച്ച് നോക്കിയേ, ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുമ്പോൾ കൂടുതൽ ദൂരം ഈ റെസിസ്റ്റൻസും കൊണ്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമലി എന്ത് പറ്റും? റെസിസ്റ്റൻസ് കൂടും, അല്ലേ? റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. സോ ലെങ്ത് കൂടുമ്പോൾ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെങ്ത് കൂടുമ്പോൾ എന്ത് പറ്റുന്നു? റെസിസ്റ്റൻസ് കൂടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കൂടുതൽ ദൂരം മോശമായിട്ടുള്ള ഈ മോശം അവസ്ഥയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് കൂടുതൽ വരേണ്ടി വരുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കൂടുതലാണെന്ന് പറയും. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ? ഒരു നീണ്ടിരിക്കുന്ന കണ്ടക്ടറിന് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ അതൊരു സർക്കിളായിട്ടല്ലേ കാണുള്ളൂ. ഈ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്രോസ് സെക്ഷനിലെ ഏരിയ. ഈ ക്രോസ് സെക്ഷനിലെ ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും റോഡിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ നിങ്ങൾ പോകുന്ന റോഡാണ്. ഓക്കെ, ആ റോഡിൽ കുറേ കുണ്ടും കുഴിയുണ്ട്. പക്ഷേ എൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല വീതിയുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അധികം വളയ്ക്കുകയൊന്നും ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എസ്കേപ്പ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന തടസ്സം, അല്ലേ?
ഈ തടസ്സത്തിൽ തട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഈസി ആയിട്ട് പോകാൻ പറ്റും റോഡിന് വീതി ഉണ്ടെങ്കിൽ. ഈ വീതി തന്നെയല്ലേ ഈ ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? ഈ വീതി തന്നെയല്ലേ സ്ട്രൈറ്റ് റോഡാകുമ്പോൾ നമുക്ക് റോഡാകുമ്പോൾ നമ്മളിങ്ങനെ വീതി എന്ന് പറയും. അതൊരു വയറിനകത്താകുമ്പോൾ നമ്മൾ എന്ത് പറയും? ക്രോസ് സെക്ഷൻ എന്ന് പറയും. അപ്പോൾ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? തടസ്സം കുറയുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റും? കുറയുമെന്ന് പറയാൻ പറ്റും. സോ 3 ഫാക്ടേഴ്സും കൂടെ നമ്മൾ ഒരുമിച്ചൊന്ന് പറയുകയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളുടെ എണ്ണം 3. അതിലൊന്നാണ് ലെങ്ത്. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. അടുത്ത് ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവ് ആയിരിക്കും. ഇതാണ് 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് വേറൊന്നുമില്ല. ഇവിടെ 3 വയറുണ്ട്. സി ഡി എന്ന് പറയുന്നത് ഒരു നിക്രോം വയറാണ്. എന്ത് വയറാണ്? നിക്രോം വയറാണ്. ഇ എഫ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു നിക്രോം വയറാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡിയേക്കാളും കട്ടി കൂടുതലാണ്, അല്ലെ? തിക്നെസ് കൂടുതലാണ്. ഓക്കെ, തിക്നെസ് കൂടുതലാണ്. ഈ ജി എച്ച് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു വയറാണ്. പക്ഷേ ഇതെന്താണ്? ഇത് കോപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വയറാണ്. എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വയറാണ്? കോപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വയറാണ്. ഇനി ഇതിൻ്റെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന രീതി ഞാൻ പറയാം. ഇതിൽ ഈ കാണുന്നത് ജെ എന്ന് പറയുന്നതാണ്. നമുക്കിതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജെയെ ഞാൻ ഡിയിൽ കൊണ്ടുവച്ചാൽ കറണ്ട് എന്ത് ചെയ്യും? ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ചെന്ത് ചെയ്യും? ഇങ്ങോട്ട് എത്തും. ഓക്കെ ആണോ? ഇനി ഇതേ പറയുന്ന ജെയെ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കുന്നു? എഫിലാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ കറണ്ട് എന്ത് പറ്റും? ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇ എഫിൽ കൂടെ കറങ്ങിയിട്ട് തിരിച്ചെന്ത് ചെയ്യും? പോകും. ഇനി ഇതേ ജെയെ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കുകയാണ്? എച്ചിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റും? കറണ്ട് ഇതുവഴി വന്ന് ഇതുവഴി വന്ന് ഇതുവഴി വന്ന് നേരെ ഇങ്ങനെ കടന്നു പോകും. ഇനി അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോയുടെ വ്യത്യാസം അളക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു അമ്മീറ്ററിനെ കൊടുത്തിട്ടുണ്ട്. ഇതിന് കൊടുത്തിട്ടുണ്ട്, ഒരു അമ്മീറ്ററിനെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയണം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വയ്ക്കുക. നിക്രോം എന്ന് പറയുന്നത്, ഓക്കെ, എന്താണ്? നിക്രോം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടിയ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സി ഡി ആയാലും ഇ എഫ് ആയാലും ജി എച്ച് ആയാലും ഇവരുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ ഇഫക്റ്റ് നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയാണ്. നോക്കിയേ, ഞാൻ ആദ്യം ഈ ജെയെ എവിടെ കൊണ്ടുവച്ചു? ഡിയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പോൾ അവിടെയുള്ള കറണ്ടും കാര്യമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ശരി. ഇനി ഇതേ ജെയെ ഞാൻ എഫിൽ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇ എഫ് എന്ന് പറയുന്നത് ഏരിയ കൂടുതലാണ്. നിങ്ങൾക്കറിയാം, ഏരിയ കൂടിയ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഏരിയ കൂടിയ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കൂടും. കറണ്ട് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ആദ്യം കിട്ടിയ കറണ്ട് വാല്യൂവിനേക്കാളും, അതായത് സി ഡിയിൽ കൂടെ കിട്ടിയപ്പോൾ കറണ്ട് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും ഇ എഫിൽ കൂടി ഉള്ളപ്പോൾ ഉള്ള കറണ്ട് വാല്യൂ. ആണോ? അല്ലേ? ആണ്. ഇനി ഇതേ ജെയെ ഞാൻ എച്ചിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സി ഡിയുടെ അതേ ലെങ്ത് ആണ് ജി എച്ചിന്, അതേ ഏരിയയുമാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? ഇത് നിക്രോം ആണെങ്കിൽ ഇത് കോപ്പറാണ്. നിങ്ങൾക്കറിയാം, കോപ്പർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കുറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? കൂടിയിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഈ പറയുന്ന സി ഡിയെ കമ്പയർ ചെയ്യുമ്പോൾ ജി എച്ച് എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോയപ്പോൾ ഉള്ള കറണ്ട് കൂടുതലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആണോ? അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്ക്, പോയിന്റ് വെയർ ദ എൻഡ് ജെ ടച്ചസ് എം, അതായത് പറയുന്ന വേറൊന്നുമല്ല, ഈ നടുക്കാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. എവിടെയാണ് കൊടുത്തത്? നടുക്കാണ് കൊടുത്തത്, ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് ഇതുവഴി വന്നു ഇതുവഴി വന്നു ഇതുവഴി വന്നു ഇതുവഴി വന്നു. ഇത്രയും ലെങ്ത്, അല്ലേ? ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ പകുതി ലെങ്ത് മാത്രമേ എന്ത് ചെയ്യേണ്ടി വന്നുള്ളൂ? ട്രാവൽ ചെയ്യേണ്ടി വന്നുള്ളൂ. നിങ്ങൾക്കറിയാം, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. ഇവിടെ ലെങ്ത് എന്ത് ചെയ്യാണ് ചെയ്തത്? കുറയുകയാണ് ചെയ്തത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഉണ്ടാവുമല്ലോ. റെസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 20 ഉള്ളൂ. അപ്പോൾ അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് എന്തായാലും കൂടുതലായിരിക്കും. കാരണം ലെങ്ത് കുറവാകുമ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്, കറണ്ട് എന്താണ്? കൂടുതലാണ്. ശരി.
ഡിയിലാണ് കൊടുത്തേക്കുന്നത്. ഡി കൊടുത്തപ്പോൾ നമുക്കറിയാം ലെങ്ത് 40 അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഫുള്ള് ലെങ്ത്തും കവർ ചെയ്തു. നിക്രോം വയറാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലായിരിക്കുമ്പോൾ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. സോ അമ്മീറ്റർ റീഡിങ് കുറവായിരിക്കും. അടുത്ത് ഞാൻ എഫ് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തിക്കർ വയറാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്കറിയാം ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് അമ്മീറ്റർ റീഡിങ് കൂടുതലായിരിക്കും. ഇനി ഹെച്ചിൽ കൊണ്ടുവച്ചപ്പോൾ നമുക്കറിയാം ലെങ്ത് സെയിം ആണെങ്കിലും മെറ്റീരിയൽ കോപ്പർ ആയതുകൊണ്ട് തന്നെ കോപ്പറിന് റെസിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് കറണ്ട് കൂടുതലാണ്. സോ അമ്മീറ്റർ റീഡിങ് കൂടുതലായിരിക്കും. ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഇവിടെ ഞാൻ കൂടുതൽ കുറവെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എക്സാക്ട് വാല്യൂ ഒന്നും പറയുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമ്മീറ്റർ റീഡിങ് ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? അത് ഈ പറയുന്ന രണ്ടാമത്തെ ഇവിടെ ആയിരിക്കും അമ്മീറ്റർ റീഡിങ് ഏറ്റവും കുറവ്. കാരണം അവിടെയാണ് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് as the length of the same conductor increases? ലെങ്ത് കൂടുമ്പോൾ എന്ത് പറ്റി? റെസിസ്റ്റൻസ് കൂടി. അടുത്ത്, വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് as the thickness of the same conductor increases? തിക്നെസ് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു. വിച്ച് ഹാസ് മോർ റെസിസ്റ്റൻസ്, നിക്രോം ഓർ കോപ്പർ? ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ്? അത് നിക്രോമിനാണ്. അത് ആർക്കാണ്? നിക്രോമിനാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച കാര്യം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ 3 ഫാക്ടേഴ്സിനെ ഒന്ന് എഴുതാം. ഏതൊക്കെയാണ് 3 ഫാക്ടേഴ്സ്? ഒന്ന്, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. 2, തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. മൂന്നാമത്തെ നിങ്ങൾ എഴുതി ചേർത്തോ? എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ് 3 ഫാക്ടേഴ്സ്. ഇത് 3ആണ് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. പക്ഷെ ശ്രദ്ധിക്കണം, ഏരിയയ്ക്ക് എന്തുണ്ടാവരുത്? ഏരിയയ്ക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകരുത്. ഓക്കെ, ഏരിയ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേ, നമുക്കറിയാം ലെങ്ത് കൂടുമ്പോൾ ഏരിയയ്ക്ക് മാറ്റം വരേണ്ടതാണ്. അത് വരാതെ നോക്കിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ ഏരിയയ്ക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. മറ്റൊന്ന് മെറ്റീരിയലിൻ്റെ കാര്യം. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഏരിയയ്ക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പേരാണ് റിയോസ്റ്റാറ്റ്. എന്താണ്? റിയോസ്റ്റാറ്റ്. അതായത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നു, പ്രൊവൈഡഡ് ഏരിയയ്ക്ക് മാറ്റമില്ലെങ്കിൽ. ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റിൻ്റെ സിമ്പൽ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. സിമ്പൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ വരച്ചത് എന്തിൻ്റെ സിമ്പലായിരുന്നു? റെസിസ്റ്ററിൻ്റെ സിമ്പലായിരുന്നു. എന്നാൽ അവിടെ നമ്മളിത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്. ഇതെന്താണ്? ഇതൊരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന സാധനം ആണ് ഈ കാണുന്ന സാധനം എസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇനി അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഈ സിലിണ്ടർ പോലെ കാണുന്ന സാധനമില്ലേ, ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ 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 എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെറ്റൽ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമ്മളിതാ ഇവിടെയാണ് കറണ്ട് കൊടുക്കുന്നത്. കറണ്ട് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വന്നിട്ട് അത് ഈ വയറിൽ കൂടി കയറി ചുറ്റി വരും. ഓക്കെ, എന്ത് വരും? ഇങ്ങനെ ചുറ്റി എവിടെയാണോ ഈ പോയിന്റ് എത്തുന്നത് അവിടെ വരെ ഈ വയർ കറണ്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ സർക്യൂട്ടിലോട്ട് കയറും. മനസ്സിലായോ എൻ്റെ രീതി എന്താണെന്ന്? ഞാൻ ഈ എസ്സിനെ എടുത്ത് ഇപ്പോൾ ഇവിടെയാണ് വച്ചേക്കുന്നതെന്ന് വിചാരിക്കും. ഇവിടെയാണ് ഞാൻ എസ് കൊടുത്തേക്കുന്നതെങ്കിൽ എന്ത് പറ്റും? വന്നു കറങ്ങി ഇവിടെ. അതായത് ഇത്രയും ദൂരം മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. നിങ്ങളിപ്പോൾ പഠിച്ചു അല്ലേ? എന്താണ്? ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ എനിക്കൊരു സർക്യൂട്ടിൽ കൂടുതൽ റെസിസ്റ്റൻസ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എസ്സിനെ ഈ അറ്റത്തോട്ട് കൊണ്ടുവന്ന് വയ്ക്കും. കുറച്ച് മതിയെങ്കിൽ എന്ത് ചെയ്യും? അതനുസരിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ കുറച്ച് ദൂരം എന്ത് ചെയ്താൽ മതി? കുറച്ച് ലെങ്ത് എന്ത് ചെയ്താൽ മതി? ഇത് ട്രാവൽ ചെയ്താൽ മതി. ഇതാണ് ഒരു റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയേ ഉള്ളൂ. നോക്കിയോ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഹൈ റെസിസ്റ്റൻസ് വയറാണ്. ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നു. നമുക്ക് എത്ര ലെങ്ത് ആണോ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ടേൺ കറങ്ങുമ്പോൾ എത്ര റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് എഴുതി വെച്ചേക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 0.15 ഓം റെസിസ്റ്റൻസ് ആണ്
ഒരു ടേൺ കറങ്ങുമ്പോൾ ഉണ്ടാവുന്നതെങ്കിൽ 2 ടേൺ കറങ്ങുമ്പോൾ അത് 0.30 ഓം ആണെന്ന് നമുക്കറിയാം. ആണല്ലോ. അത് 3 ടേൺ കറങ്ങുമ്പോൾ നമുക്കത് 0.45 ഓം ആണെന്നറിയാം. അപ്പോൾ നമുക്കൊരു സർക്യൂട്ടിൽ ഇപ്പോൾ എനിക്ക് 0.6 ഓം റെസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 4 ടേൺ കറങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി? മതിയെടാ? അതിന് അറേഞ്ച് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ദാ ഈ പിക്ചർ നോക്കിക്കോ. ദാ ഇത് 1 ടേൺ, ഇത് 2, ഇത് 3, ഇത് 4. കണ്ടോ? അപ്പോൾ എനിക്ക് സർക്യൂട്ടിലേക്ക് 0.6 ഓം വേണമെങ്കിൽ ഞാൻ ഇത് നോക്കിയിട്ട് ഈ സ്ലൈഡറിനെ കൊണ്ടുവന്ന് 4-മത്തേതിൽ വയ്ക്കും. അപ്പോൾ എന്ത് പറ്റും? കറണ്ട് ഒരു ടേൺ പോകുമ്പോൾ 0.5 റെസിസ്റ്റൻസ് കിട്ടും, അടുത്തത് പോകുമ്പോൾ 0.5 കിട്ടും, അടുത്തത് പോകുമ്പോൾ 0.5 കിട്ടും, അടുത്തത് പോകുമ്പോൾ 0.5, മൊത്തം 0.6 റെസിസ്റ്റൻസ് എനിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഈ ചോദ്യം നോക്കിയേ. ഒരു റിയോസ്റ്റാറ്റിൽ 100 ടേൺ ഉണ്ട്. ഓക്കെ, റിയോസ്റ്റാറ്റ് ഹാഡ് 100 ടേൺസ്. അതിൽ ഒരു ടേൺ എന്ന് പറയുന്നത് 0.15 ഓം ആണ്. എങ്കിൽ ഇത് ഉപയോഗിച്ച് എനിക്ക് എടുക്കാൻ പറ്റാത്ത വാല്യൂ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ നോക്ക്, 3 ഓം എനിക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു ടേൺ എന്ന് പറയുന്നത് 0.15 ആണ്. ഒരു ടേൺ എന്ന് പറയുന്നത് എത്രയാടാ? 0.15 ആണ് അല്ലേ? അപ്പോൾ ഒരു ടേൺ 0.15 ആണെങ്കിൽ 3/0.15 എടുത്ത് നോക്കും. നമ്മൾ എന്ത് ചെയ്യുക? 3 ഓം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 3 ഓം ഡിവൈഡഡ് ബൈ 0.15 എടുത്താൽ നമുക്ക് 20 എന്ന് കിട്ടും. അതായത് 20 ടേണിന് ഇപ്പുറത്ത് ഞാൻ ഈ എസ് എന്ന് പറയുന്ന സ്ലൈഡറിനെ കൊണ്ടുവച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും 3 കിട്ടും. എത്ര കിട്ടും? 3 കിട്ടും. ഇനി 7.5 ആണ് ചോദിച്ചേക്കുന്നത്. 7.5 ആണെങ്കിൽ ഞാൻ 50 ടേണുകൾക്ക് ഇപ്പുറത്ത് എസിനെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് എത്ര കിട്ടും? 7.5 കിട്ടും. പക്ഷേ 4 ഓം എന്ന് പറയുന്നതിന് പ്രശ്നമുണ്ട്. ഈ 4 ഓം കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 26.6 ടേൺസ് കൊണ്ട് വയ്ക്കണം. നിങ്ങൾക്കറിയാം, ഒരു ടേൺ കറങ്ങി വരുമ്പോൾ 0.15. ഒരിക്കലും എനിക്ക് ഈ സ്ലൈഡറിനെ ഇതിൻ്റെ പകുതി കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഒരിക്കലും എനിക്ക് 4 ഓം ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. 8.25 പറ്റുമെന്ന് നമുക്ക് നോക്കാം. 8.25 പറ്റുമെന്ന് നോക്കാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറ്റും. 55 ടേൺ വെച്ച് കഴിഞ്ഞാൽ 55 ടേണുകൾക്ക് ഇപ്പുറത്ത് എസിനെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് എത്ര കിട്ടും? 8.25 കിട്ടും. ഇതൊരു സിമ്പിൾ ലോജിക്കൽ ചോദ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ 4 ഓം ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താ റെസിസ്റ്റൻസും റിയോസ്റ്റാറ്റിലും പറയുന്നത്. അപ്പോൾ കുറച്ച് ലോജിക്കലി നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്ര ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. സോ ഇതുകൊണ്ടാണ് ഫിസിക്സ് എല്ലാവരും പാടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്കിനി അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.